വാർത്ത കൂടി വരികയാണ്. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ തെരഞ്ഞെടുപ്പ് ജയം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന കെ ശബരിനാഥൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു. വരുമാനം മറച്ചുവെച്ചു. ബംഗളൂരുവിലെ 200 കോടിയുടെ ആസ്തി വിവരം സത്യവാങ്മൂലത്തിൽ ചേർത്തില്ല. 3 ദിനങ്ങളിലെ സ്ഥാവര ജംഗമ വസ്തുക്കളുടെ വിവരം മനഃപൂർവ്വം മറച്ചുവെച്ചു എന്നൊക്കെയാണ് ഹർജി പറയുന്നത്. അടിപൊളിയായിട്ടുണ്ട്. കോർപ്പറേഷന്മാരെ ഇപ്പൊ അടുത്ത രാജീവ് ചന്ദ്രശേഖരൻ, രാജേഷിനെ വിട്ടിട്ട് ഇപ്പോ രാജീവ് ചന്ദ്രശേഖരന്റെ മേത്തോട്ടായി ഇപ്പൊ അടുത്ത ശബരിനാഥിന്റെ ഊഴമെന്ന് പറയുന്നത്. പെട്ടെന്ന് തന്നെ രാജീവ് ചന്ദ്രശേഖരൻ രാജിവെച്ച് പുറത്തു പോകണം. കാരണം ശബരിനാഥനത് പറ്റത്തില്ല, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ഈ പറയുന്ന രീതിയിൽ 3ാം സ്ഥാനക്കാരനായി മാറിയ ശബരിനാഥൻ ഉടൻ തന്നെ നിയമത്തെ MLA ആയിട്ട് വരേണ്ടതാണ്. അതിന് രാജീവ് ചന്ദ്രശേഖർ ഉടൻ തന്നെ ആ സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കേണ്ടതാണ് എന്ന് പറയുകയാണ്. എന്ത് കഷ്ടമാണെന്ന് നോക്കിയേ ഈ ശബരിനാഥന്റെ കാര്യം എന്ന് പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത ഒരു പരിതാപകരമായിട്ടുള്ളൊരു അവസ്ഥ തന്നെയാണ് എന്ന് പറയേണ്ടി വരും. തോറ്റ് 3ാം സ്ഥാനത്തായിപ്പോയി. എന്നിട്ടും ശിവൻകുട്ടിക്കില്ലാത്ത വേദനയാണ് ശരിക്കും പറഞ്ഞ ശബരിനാഥൻ അവിടെ. എന്ത് കഷ്ടമാണെന്ന് പറയാം. ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ അവിടെ ഓട് പൊളിച്ചു വന്ന് വിജയിച്ചതൊന്നുമല്ല. അങ്ങനെ നല്ല അന്തസ്സായിട്ട് ജനങ്ങൾ വോട്ട് കുത്തിയിട്ട് വിജയിച്ച വ്യക്തി തന്നെയാണ്. പിന്നെ ഈ പറയുന്ന കാര്യം, ഈ പറയുന്ന ശബരിനാഥന്റെ കോൺഗ്രസ്സിൽ പ്രിയങ്ക ഗാന്ധിക്കെതിരെ അന്ന് വയനാട് മത്സരിച്ചപ്പോഴത്തേക്കും എന്തൊക്കെയോ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിനെക്കുറിച്ച് ശബരിനാഥനൊന്നും പറയാനില്ലേ? അല്ല ചോദിക്കട്ടെ ഒന്ന്. പറയാൻ പറഞ്ഞ അപ്പം പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. ഒരു സൈഡ് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പക്ഷേ എനിക്കതൊന്നും അല്ല. ശബരിനാഥന്റെ ഒരു അവസ്ഥ വല്ലാത്തൊരു അവസ്ഥയാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്ന് കോൺഗ്രസിന് പോലും ശബരിനാഥനെ വേണ്ടെന്നാണ് തോന്നുന്നത്. കാരണം പുള്ളിക്കാരൻ്റെ ഒരു MLA ആയിരുന്ന ഒരു വ്യക്തിയാണ്. കയ്യിലിരിപ്പുകൊണ്ട് തന്നെ MLA സ്ഥാനം നഷ്ടപ്പെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. കാരണം നല്ല രീതിയിൽ ആ മണ്ഡലം നോക്കിയിരുന്നെങ്കിൽ ഇപ്പോഴും MLA അല്ലെങ്കിൽ ഇപ്പോൾ മന്ത്രിയൊക്കെ ആയിട്ടിരിക്കാനുള്ള ഒരു ആളായിരുന്നു. പക്ഷേ എന്താ പറയാ, കോർപ്പറേഷൻ കൗൺസിലറായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. എന്നിട്ടും ഒരു ഇതുമില്ല. എന്നിട്ടും ഞാനിപ്പോൾ എന്തൊക്കെയോ അങ്ങ് ഇതാക്കുമെന്നുള്ള മട്ടിലൊക്കെയാണ് ഇപ്പോഴും എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും കോൺഗ്രസ് ഉൾപ്പെടെ തഴഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ശബരിനാഥൻ മാറിയിരിക്കുകയാണ്. കാരണം കോൺഗ്രസിന് ശബരിനാഥനെ എന്താ പറയുക നിയമസഭയ്ക്കുള്ളിൽ വേണമെന്നുണ്ടായിരുന്നെങ്കിൽ ഏതെങ്കിലും വിജയിക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലത്തിൽ നടത്തിയിട്ട് ഈ പുള്ളിക്കാരനെ വിജയിപ്പിച്ചിട്ട് നിയമസഭയിലേക്ക് കൊണ്ട് എത്തിച്ചേനെ. അതുപോലും ചെയ്യാതെ 2ാം സ്ഥാനം പോലും കിട്ടാത്ത ഒരു മണ്ഡലത്തിൽ പിടിച്ച് ശബരിനാഥൻ ഇട്ടെന്ന് വെച്ചാൽ കോൺഗ്രസ് അത്രയ്ക്ക് ശബരിനാഥൻ ആ ഒരു സ്ഥാനം കൊടുക്കുന്നുള്ളൂ എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സാദ്യം ശബരിനാഥൻ ഉണ്ടാവണം. രാജ്യത്തിന് ജയിച്ച് കയറി നിയമം MLA ആയി കഴിഞ്ഞു. അതിന് ഇനിയിപ്പോൾ ഈ പറയുന്ന രീതിയിൽ എന്താ പറയുക, അതാണ് ഇതാണ് മറ്റേതാണ് മറിച്ചതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കുറച്ചൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അതായത് നിങ്ങൾ തോറ്റ് 3ാം സ്ഥാനത്ത് പോയി. ഇനിയിപ്പോൾ എന്ത് സംഭവിച്ചാലും നിങ്ങൾ അവിടെ 1ാം സ്ഥാനത്ത് വരാനായിട്ട് പോകുന്നില്ല എന്നുള്ള ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. എന്തൊരു കഷ്ടോടെ നോക്കി. മറുവശത്ത് ഈ പറയുന്ന രീതി മേയർ രാജേഷിനെ പിടിച്ചിറക്കാനായിട്ടുള്ള പഠിച്ചവന് 18 നോക്കി അവസാനം ഇന്നലെ കൊണ്ട് എല്ലാ കലവും ചട്ടിയും എല്ലാം പൊളിഞ്ഞ് പാളീസാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. ഇപ്പോൾ അതാ അടുത്ത രാജീവ് ചന്ദ്രശേഖരന്റെ മണ്ടക്കെട്ട് കയറിയിരിക്കുക. രാജീവ് ചന്ദ്രശേഖരന് ഈ വിജയമല്ല, രാജീവ് ഉടൻ തന്നെ രാജിവെച്ച് പുറത്തിറങ്ങണം എന്നുള്ള തരത്തിലോട്ട് കാര്യങ്ങൾ. പരമ കഷ്ടമെന്നല്ലാതെ എന്താ പറയാ. ഈ പറയുന്ന ശബരിനാഥന്റെ ഓരോരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴത്തേക്കും കോൺഗ്രസ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ശബരിനാഥൻ എന്തെങ്കിലും ഒരു സ്ഥാനം കൊടുത്ത് ഈ പറയുന്ന രീതിയിൽ ഒന്ന് ഒരു ഇതാക്കി നിർത്തുന്നത് നല്ലതായി. അല്ലെങ്കിൽ പുള്ളിക്കാരൻ ഈ പറയുന്ന രീതിയിൽ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നതെന്ന് പുള്ളിക്കാരന് പോലും ഒരു പിടുത്തമില്ല. എല്ലാം കൂടി ഈ പറയുന്ന രീതിയിൽ ഒന്ന് മേയർ VV രാജേഷ്, മറ്റൊരറ്റത്ത് രാജീവ് ചന്ദ്രശേഖർ. എന്നാൽ ഇതിലൊന്നും തന്നെ ക്ലച്ച് പിടിക്കാനും പറ്റുന്നില്ല പുള്ളിക്കാരന്. ഡെപ്യൂട്ടി മേയർ സ്ഥാനമൊക്കെ സ്വപ്നം കണ്ട് നടന്നിട്ട് അവസാനം അതൊന്നും കിട്ടാത്തൊരവസ്ഥയിലോട്ട് കാര്യങ്ങൾ മാറിയപ്പോഴത്തേക്കും പുള്ളി ആകപ്പാട ഒരു വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുക. അവസാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെങ്കിലും കൂട്ടുപിടിച്ചുകൊണ്ട് കയറാമെന്ന് വിചാരിച്ചപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തേക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. വലിയ കാര്യത്തിൽ കോർപ്പറേഷനിൽ അവിശ്വാസ പ്രമേയം പാസ്സാക്കാനായിട്ടുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നതാണ്. പക്ഷെ എന്താ പറയാ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ തേച്ച് വിട്ടു. അപ്പൊ അതും നടക്കാതായി. പിന്നെ ഇന്നലത്തെ വിഷയത്തോടു കൂടി സ്വന്തം പാർട്ടിക്കുള്ളിലെ ഒരുത്തൻ തന്നെ അപ്പുറത്ത് ചാടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയപ്പോഴത്തേക്കും ബേഷായി. ഇതാണ് പറയുന്നത്. ആദ്യം സ്വന്തം നിലനിൽപ്പ് നോക്കുക, എന്നിട്ട് ബാക്കിയുള്ളവരെ പിടിച്ച് താഴെ ഇറക്കാനായിട്ട് ശ്രമിക്കുക. അതായിരിക്കും നല്ലതെന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവസാനം അതും ഇല്ല ഇതും ഇല്ലാത്ത അവസ്ഥയിലോട്ട് തെക്കും അടക്കം നടക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് കാര്യങ്ങൾ എത്തുമെന്നതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഇപ്പോൾ ശബരിനാഥൻ കാണിച്ചു കൂട്ടുന്ന ഈ ഓരോരോ കാര്യങ്ങളെന്ന് പറയുന്നത്.